ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. ഇന്ന് ഞാൻ പുതുപുത്തൻ എന്ന് പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. കാരണം നമ്മുടെ ടോപ്പ് സിംഗറിൽ ഇന്ന് എല്ലാം പുതുപുത്തനാണ്. നമ്മുടെ പുതിയ റൗണ്ട് വന്നു, ടോപ്പ് സിംഗർ സീസൺ 6. ഇന്ന് നമ്മുടെ പുതിയ ഘട്ടത്തിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ്. നമുക്ക് 2 റൗണ്ട്സ് ആണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡ്യുവറ്റ് പെർഫോമൻസ് ആണ്. ഇനി ഡ്യുവറ്റ് പെർഫോമൻസുകളൊക്കെ നമ്മൾ ഒരുപാട് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഡ്യുവറ്റ് പെർഫോമൻസുകളൊക്കെ ഇവിടെ വരാൻ പോവാണ്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇതുവരെ നമ്മുടെ ടോപ്പ് സിംഗറിൽ വന്നിട്ടില്ലാത്ത ഒരു റൗണ്ടും കൂടി വരാൻ പോകുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ജഡ്ജസ് ചോയ്സ് ആണ് കേട്ടോ. ഈ ജഡ്ജസ് ചോയ്സിൽ തന്നെ നമുക്ക് 3 വ്യത്യസ്തമായിട്ടുള്ള ചോയ്സുകൾ ഉണ്ടാവും. 3 ജഡ്ജസിന്റെയും ചോയ്സുകൾ ഉണ്ടാവും. അത് കുട്ടികൾക്ക് ചൂസ് ചെയ്യാം ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ ജഡ്ജ് ചൂസ് ചെയ്യുന്ന റൗണ്ട് ആയിരിക്കും കുട്ടികൾ പാടേണ്ടതായിട്ട് വരിക. ഓക്കെ, ഇതൊക്കെ നമ്മൾ കാണാൻ പോവാണ്. ഞാൻ കാണാൻ പോകുന്ന പൂരം ഒന്നും പറഞ്ഞറിയിക്കുന്നില്ല. അങ്ങനെ 18 പേരുമായിട്ടുള്ള ടോപ്പ് സിംഗർ സീസൺ 6 പ്രീ ക്വാർട്ടർ റൗണ്ട്സ് ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. റെഡി അല്ലേ പാട്ട് കേൾക്കാൻ? റെഡിയാണ്. ഇനി വരാൻ പോകുന്ന റൗണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ജഡ്ജസ് ചോയ്സ് ആണ്. അതിനുവേണ്ടി ആര്യ ചേച്ചി ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ലെറ്റ്സ് വെൽക്കം ആര്യ ചേച്ചി ഓൺ സ്റ്റേജ്. ഹലോ മിനുട്ടൻ. വെൽക്കം ആര്യ ചേച്ചി. താങ്ക് യു സോ മച്ച്. വരാൻ പോകുന്നത് ആരാന്നറിയാമോ? ആരാണ് വരാൻ പോകുന്നത്? കയ്യിൽ ആരുടെ റിപ്പോർട്ടാണ് ഇപ്പൊ ഉള്ളത്? സൗരംഗൻ. യെസ്, ലെറ്റ്സ് വെൽക്കം നമ്മുടെ സാരംകുട്ടൻ ഓൺ സ്റ്റേജ്. എന്താ ഇവിടെ? നീ അറിഞ്ഞില്ലേ പുതിയ ചിട്ടവട്ടങ്ങളൊന്നും? പുതിയ പരിപാടികളൊക്കെ ഇവിടെ ആണോ? ആ, പിന്നെ ഇനി നിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയും. ജനിച്ച സമയം, നാള്, അതെ എല്ലാം അതൊക്കെ പറയും. പറയും. ആര്? ആര്യ ചേച്ചി. ഞാൻ പ്രോഗ്രസ് റിപ്പോർട്ട് പറയാൻ ഇവിടെ വന്നിങ്ങനെ നിക്കുന്നേ. ആണോ? ആ, ഓ, എല്ലാം അറിയാം. അറിയണ്ടേ? അറിയണം. അറിയണ്ടേ? അറിയാം. ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ എണ്ണി പറയാം. ആരിക്കുട്ടി അതിനുമ്പോ ഒരൊറ്റ കാര്യം. ആ. ഇന്നലെ ഞാനും സാരംകുട്ടനും കൂടെ ആ. ഒരു ബോയ്സ് ഡേ ഔട്ട് ഉണ്ടായിരുന്നു. ബോയ്സ് ബോയ്സ് You mean boys day out? നമ്മൾ രണ്ടും കൂടെ നിങ്ങൾ പോയോ ഷോപ്പിങ്ങിന്? നമ്മള് ഷോപ്പിങ്ങിന് പോയി. അങ്ങനെ അറ്റ് ലാസ്റ്റ് കറക്റ്റ് സൈസ് കിട്ടിയോ? കറക്റ്റ് സൈസ് അടിച്ച് പൊളിച്ച് കിടിക്ക് കിട്ടി. തിമിർത്ത്. എത്ര ഷർട്ട് മേടിച്ചു? 2 ഷർട്ടും പിന്നെ 2 പാന്റ്. ഓ, എന്നിട്ട് 2 നിങ്ങൾ ഷർട്ട് video 2 എടുത്തില്ല? പാന്റ്. കാണണ്ടേ? വേണം. Sarang-sarang. Sarang-sarang. നിങ്ങൾ ഗേൾസിന്റെ അവിടെ പോയി നോക്കിയോ? Sarang. Sarang-sarang. ശരിക്കും അടിച്ചു മോനെ. 2 ഷർട്ട് 2 പാന്റ്. ഒരു വീഡിയോ അതെ, ഒരു ധമാക്ക. ആ അതെ. വീഡിയോ കിടിലം BGM. സാരൻ 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 സാര സാര സ സ സ സ. ആരാ സിനിമാറ്റോഗ്രാഫർ? ഓ, ആരാ? ആരായിരിക്കും? അല്ല, എംജങ്ങൾ എന്തായാലും എടുക്കാൻ പറ്റൂലല്ലോ. എംജങ്ങൾ അഭിനയിക്കുന്നില്ലേ? അഭിനയിക്കുന്നത് ആ, അപ്പൊ ഞാൻ അഭിനയിച്ച പോർഷൻ മാത്രം വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ആ ബാക്കിയെല്ലാം ഞാനാണ്. ബാക്കിയല്ല. അയ്യോ, ആയിരുന്നോ? അല്ല, ഞാൻ ഇത് മാത്രം. ഇത്ര അഭിമാനത്തോടെ അത് ചോദിക്കുമ്പോ അത് നമുക്ക് ഞാൻ പറഞ്ഞാ പോരെ, തന്നെയാണ്. നമ്മുടെ സ്വന്തം മൈക്കിൾ ജാക്സൺ ആണ്. അപ്പൊ എംജങ്ങള് നിങ്ങൾ രണ്ടാളുടെ എടുത്തതാരാ കോമ്പിനേഷൻ സീൻ? നമ്മൾ പോയ മോളില്ലേ, ആ. അവിടെ ഒരു അനിയൻ ഉണ്ടായിരുന്നു. ഓക്കെ. ആ അനിയൻ ഇത് എടുത്തു തന്നു. അനിയന്റെ Okay. പേര് ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ അതിനകത്തൊരു ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ്. ഗുഡ് ബ്രദർ. പക്ഷെ എഡിറ്റിംഗ് ആരാണ് Editing. ചെയ്തിരിക്കുന്നത്? അത് MJ അങ്കിൾ. ആ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്ക്ഗ്രൗണ്ട് അതും MJ അങ്കിൾ. ക്ഷേത്രി. ആക്ടിങ് അതും അതും MJ MJ. അങ്കിൾ. ക്ഷേത്രി. ഡയറക്ഷൻ അതും MJ അങ്കിൾ. Music. മ്യൂസിക് ആ. അതും അതും MJ. എല്ലാം ബാലേന്ദ്രമെന്നോ? എല്ലാം എല്ലാം ചെയ്യും. ഇതെല്ലാം All in all. ഇതെല്ലാം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടല്ല ചെയ്തു പോയതാണ്. കാരണം ഞാൻ നമ്മുടെ സാരംകുട്ടനുള്ള സ്നേഹത്തിൽ. താങ്ക് യു സാർ. താങ്ക് യു. അപ്പൊ സാരംകുട്ട കൺഗ്രാറ്റ്സ്. താങ്ക് യു സാർ. ഘട്ടത്തിലെത്തിയില്ലേ? അതെ. കൂട്ടെ. ചെറിയ കാര്യമാണേ. വല്ലല്ല, വലിയ കാര്യം ചെറിയ കാര്യമൊന്നുമല്ല. അല്ല. സാരംകോട്ടിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇവിടെ വായിച്ചുണ്ടല്ലോ MJ സർ. എല്ലാരും ഞെട്ടും. ആണോ? എല്ലാരും ഞെട്ടും. അതെ. കാരണം ടോട്ടൽ 35 പാട്ടുകൾ ഇവിടെ സാരംകൂട്ടൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അതെ. കറക്റ്റ് അല്ലേ? യെസ്. ശരിയല്ലേ? ആ. അപ്പോ ഓരോ 5 പാട്ടിലും ഒരു പാട്ടിന് 100 ഔട്ട് ഓഫ് 100 വാങ്ങിച്ചിട്ടുണ്ട്. അതായത് My God. ടോട്ടൽ
7 പ്രാവശ്യം മധുര മഴ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സാരംകോട്ടന്. ഹായ്. അതെ അതെ മാത്രമല്ല 1 1 സ്റ്റാർ, 2 2 സ്റ്റാർ, 2 3 സ്റ്റാർ. ഇതൊക്കെയാണ് സാരംകോട്ടന്റെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ. സുഭാഷ്. താങ്ക് യു സർ. മിടുക്കനാണ് മിടുക്കൻ. അതെ അതെ അപ്പൊ ഇന്ന് ജഡ്ജസ് ചോയ്സ് ആണ്. ആ അതെ അതെ Select അതെ ചെയ്യണ്ടേ നമുക്ക്? അല്ല സാറിന് എന്താ പറയാറുള്ളത്? ആ പറയൂ, പുതിയ ഘട്ടത്തിലേക്ക് വന്നതിനെ പറ്റി എന്താണ് എന്തെങ്കിലും? പറയാനുള്ളത്? പുതിയ ഘട്ടത്തിനെ പറ്റി ഇവിടം വരെ എത്തിയതില് സന്തോഷം. പാട്ടുകൾ ഇനിയും കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം. അതെ, പിന്നെന്താ അവതരിപ്പിക്കണം. അതെ അവതരിപ്പിക്കണം. അതൊക്കെയാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്. അതെ, അതെ, Okay. അതെ. ഇപ്പൊ എന്തായാലും Yes. ജഡ്ജസ് ചോയ്സ് ആണ്. അതെ. നമുക്കൊരു പാട്ട് ഒരാളെ സെലക്ട് ചെയ്യാം അല്ലേ? ആ Yes. ഓക്കെ ഓക്കെ വിസ്താരയിൽ നോക്കാം. ആ ഓക്കെ. ആഹാ. ഇതിൽ നമ്മൾ ഒരു ജഡ്ജിനെ തെരഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ പറയണം എന്തുകൊണ്ടാണ് നമ്മൾ അവരെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ആരാന്ന് മനസ്സിലായില്ലേ? ആ മനസ്സിലായി മനസ്സിലായി. എല്ലാരും മനസ്സിലായില്ലേ? ഓ അത് അതെ. മധുക്കുട്ടനുണ്ട്, ഉണ്ണി സാറുണ്ട്, MJ സാറുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. റെഡി? അതെ. യെസ്, സെലക്ട്. ഒരാളെ സെലക്ട് ചെയ്യാൻ എന്റെ ഒരു കാരണം. മധു സാർ. എന്തുകൊണ്ടാ മധു അങ്കിളിനെ സെലക്ട് ചെയ്യുന്നത്? ആ കാരണം എന്താ വെച്ചാല് ഞാൻ ടോപ്പ് സിംഗറിൽ വരുന്നതിന് മുമ്പിട്ട് മധു സാറ് പാട്ട് കുറെ കേൾക്കാറുണ്ട്. പിന്നെ അതല്ലാതെ ഞാൻ മധു സാറ് പാടിയ പാട്ടുകൾ കുറെ ഭക്തി ഗാനങ്ങൾ കുറെ പാടിയിട്ടുണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലൂടെ കുറെ ആൾക്കാർ കാണുകയും ആ പാട്ട് എനിക്ക് കുറെ വേദികളിൽ പാടാനും പറ്റിയിട്ടുണ്ട്. ആ പാട്ട് മധു സാറ് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാരണം അതുകൊണ്ട് ഓക്കെ, വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാരണമുണ്ട് മധുചേട്ടനെ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട്. യെസ്, നമുക്ക് നോക്കാം അപ്പൊ മധുവങ്കൾ എന്താ പറയുന്നതെന്ന്. യെസ്, നല്ല ഡാൻസ്. മധുരഗാനം. ഓ ജഡ്ജസ് ചോയ്സിൽ മധുവങ്ങളിനെ സെലക്ട് ചെയ്തു. മധുവങ്ങൾ പറയുന്നത് ചൂസ് ചെയ്യുന്നത് മധുര ഗാനമാണ്. അതെ. അപ്പൊ ആ റൗണ്ടിൽ സാരംകൂട്ടൻ ഏത് പാട്ടാ പാടാൻ പോന്നെ? ഹൃദയം ദേവാലയം. ഓക്കെ, മധുരഗാനം. യെസ്, Yes. ബ്യൂട്ടിഫുൾ സോങ്, Okay. ബ്യൂട്ടിഫുൾ സെലക്ഷൻ. Nice. യെസ്, യെസ് സാർ. പാട്ട് കേൾക്കാം അല്ലേ? പാട്ട് കേൾക്കാം. അപ്പൊ അപ്പൊ all the best. Thank you. രണ്ട് സെയിം ഓൾ ദ താങ്ക് ബെസ്റ്റ്. യു. സാരംകൂട്ട ഓ 100 അടിക്കണം. യെസ് ഓക്കെ, നോക്കാം. യെസ്. പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ മാറ്റിമറിയണം. അതെ അതെ. അപ്പൊ സാരംകൂട്ട എന്തോ നന്നായി പാടണം. സാരംകൂട്ടൻ പാട്ട് പാടുന്ന സമയത്ത് നമ്മുടെ TV സ്ക്രീനിന്റെ താഴെ ഒരു QR കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ എല്ലാ പ്രേക്ഷകരും സാരംകൂട്ടന് വേണ്ടി വോട്ട് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വസന്തം നിറമാല ചാത്തും ആരണ്യ ദേവാലയം മാനവ ഹൃദയം ദേവാലയം ഓയ വസന്തം നിറമാല ചാത്തും ആരണ്യ ദേവാലയം മാനവ ഹൃദയം ദേവാലയം. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ കാരാട്ടു നടക്കാറുണ്ടിവിടെ. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ കാരാട്ടു നടക്കാറുണ്ടിവിടെ. സ്വപ്നങ്ങളാഘോഷം നടത്താറുണ്ടിവിടെ. മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കലശങ്ങളാടാറുണ്ടിവിടെ. ചിന്തകൾ സപ്താഹം ചൊല്ലാറുണ്ടിവിടെ.
ഗജമില്ലാത്ത കൊടിമരമില്ലാത്ത പുണ്യമഹാക്ഷേത്രം മാനവഹൃദയം ദേവാലയം. വിഗ്രഹമില്ലാതെ പുണ്യാഹമില്ലാതെ അഭിഷേകം കഴിക്കാറുണ്ടിവിടെ. ദുഃഖങ്ങൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ. മേൽശാന്തിയില്ലാതെ മന്ത്രങ്ങൾ ചൊല്ലാതെ കലശങ്ങളാടാറുണ്ടിവിടെ. ഓർമ്മകൾ ശീവേലി തൂകാറുണ്ടിവിടെ. നടപ്പന്തലില്ലാത്ത തിടപ്പള്ളിയില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം മാനവഹൃദയം ദേവാലയം. പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം മാനവഹൃദയം ദേവാലയം. മിടുക്കൻ. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ് MJയുടെ കൂടെ? ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കാരണം എന്താ വെച്ചാല് ആദ്യം സാറ് തന്നല്ലോ, അപ്പോൾ അത് അളവ് റെഡി ആയില്ല. അപ്പോൾ സാറ് പറഞ്ഞായിരുന്നു നമുക്ക് എന്നാലും ഒരുമിച്ച് പോയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നടക്കുമോ എനിക്കറിയില്ല. പറ്റിക്കുന്നല്ല, എന്തായാലും വരും. പക്ഷെ ഇപ്പൊ അടുത്തൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോ സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാന്ന്. അപ്പോ സാറുമായിട്ടൊരു ഷോപ്പിംഗ് എന്നെല്ലാം പറഞ്ഞാൽ ഞാന് എന്തോ ഒരു എന്താ പറയണ്ടേ, ഒരു സ്വപ്നത്തിലായിരുന്നു. അതെ അതെ അതെ. സാറെന്ന് പറഞ്ഞാല് ആ സമയം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കാരണം എന്താ വെച്ചാല് സാറ് ഇറങ്ങി വന്ന ടൈമില് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സാറ് നേരിട്ട് വന്ന് എന്റെ ചുമലിലൊക്കെ കൈവച്ച് ആയിരുന്നു പോയത്. അപ്പൊ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ എനിക്ക് പക്ഷെ കയ്യെത്താത്തോണ്ടാണ്. പിന്നെ എന്താ വെച്ചാല് എന്റെ ഇഷ്ടത്തിന് തന്നെ ഷർട്ട്സും ഒക്കെ സാറ് എടുത്തു തന്നു. അപ്പൊ സാറ് പറഞ്ഞ് സ്വന്തം ഇഷ്ടത്തിന് എടുക്കണം, അമ്മയും അച്ഛനും പറയുന്നൊന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു. പിന്നെ എന്താ, ഏതായാലും ഷോപ്പിങ്ങിന് പോയ സ്ഥിതിക്ക് ഒരു പെയർ ഓഫ് ഷൂസ്, ഒരു വാച്ച്, പിന്നെ ഒരു ഐഫോൺ, അതൊക്കെ ഐഫോണോ? ഏതായാലും ഒരു ഷോപ്പിങ്ങിന് പോയതല്ലേ. ഒരു ഡ്രസ് എടുക്കാൻ പോയപ്പോ ഒരു ഐഫോണോ? അതെങ്ങനെ ശരിയാവുന്നത്? പക്ഷെ വാച്ച് ഓൾറെഡി കിട്ടിയല്ലോ. വാച്ച് ഓൾറെഡി ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഉണ്ണിസാർ തന്നതാണ്. അല്ല ആര്യ, ഇതൊക്കെയാണ് നമ്മളൊക്കെ ഇങ്ങനെയാണ് എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക. സത്യം. അതെ. ഓക്കെ, ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ ഐഫോണിന്റെ കാര്യം പറഞ്ഞില്ലേ, നീ ടോപ്പ് സിംഗർ ആവണമെങ്കിൽ ഞാൻ ഐഫോൺ തരൂടാ. അടുത്ത ഓഫർ അടുത്ത ഓഫർ അതെ ആണോ? അടുത്ത ഓഫർ പിന്നെ ഇതൊന്നും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഓഫർ ഒന്നും ഇല്ലേ. ഞങ്ങൾക്ക് വിയറ്റ്നാമിൽ കൊണ്ടുവന്ന തൊപ്പി. അതെ, ഇനി മാറ്റാനേ പറ്റില്ല. ഓക്കെ, അപ്പൊ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനേ ആ പാട്ടിനെ പറ്റി പറയുന്നതിന് മുമ്പേ ഇതെങ്ങനെ ഈ ഐഫോൺ EMI തുടങ്ങിക്കോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങുക നല്ലത്. ഇപ്പോഴേ കുറച്ചായി നമുക്ക് സ്വരൂപ് കൂട്ടി വെക്കാം കുറച്ച് പൈസയൊക്കെ. സാരംകുട്ടാ, എന്തോ മനോഹരമായി പാടി കേട്ടോ. സർ. യെസ്, നല്ലൊരു സോങ് സെലക്ഷൻ. ഈ പാട്ട് നമ്മൾ കേട്ടിട്ട് കുറെ കാലമായി, അനവധി വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതാണ്. അത് സ്റ്റേജിൽ രണ്ടാമതും കൊണ്ടുവന്നതിന് ഒരു വലിയ താങ്ക്സ്. താങ്ക് യു സർ. ഹൃദയം ദേവാലയം, ഹൃദയം ദേവാലയം. ബ്യൂട്ടിഫുൾ ആയി പാടി മാൻ കേട്ടോ. റേഞ്ച് ഒക്കെ നല്ല ശ്രുതി, ഒറിജിനൽ ശ്രുതിയാണോ പാടി? ഒറിജിനൽ ശ്രുതിയാണോ പാടി?
മനോഹരമായി പാടി മോനെ. താങ്ക് യു സാർ. ഈ പാട്ടൊക്കെ ഒരു കാലത്ത് നമ്മൾ വേദികളിൽ കുറേ പാടിയിരുന്നാണ്. അപ്പൊ ഇതൊരു ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് പാട്ടായിരുന്നു ജയ മാസ്റ്റർ. Yes. അപ്പൊ അതൊക്കെ ഓർമ്മിപ്പിച്ചു ഇപ്പൊ മോൻ പാടിയിട്ട്. അതെ. വളരെ മനോഹരമായി പാടി. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. ഗുഡ് ലക്ക്. സാരംകുട്ടാ, ഏത് സാർ? വർഷം വർഷം 1979. അതെ, ഏത് വർഷം? 1979. സ്ഥലം സ്ഥലം തിരുവനന്തപുരം. തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് കരമന. എവിടെ? കരമന. അവിടെ നീറമങ്കര. നീറമൺകര. കേട്ടോ, സൂക്ഷിച്ചു കേട്ടോ. ആ. അവിടെ സ്കൂളിന്റെ പേര് MMRHS. MMR. അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, ചെറിയൊരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കുട്ടികളുടെ ഒരു യുവജനോത്സവമാണ്. അപ്പോൾ ഒരു 8 വയസ്സുള്ള ഒരു പയ്യൻ അയാൾ സ്റ്റേജിലേക്ക് കയറി വന്നു. എന്നിട്ട് ഈ പാട്ട് പാടി. ആരാണ്? അപ്പോൾ അയാൾ പാടുമ്പോഴത്തേക്കും അയാളുടെ മുമ്പിൽ അയാളുടെ അമ്മ ഇരിപ്പുണ്ട്. അപ്പൊ അയാൾ ഓരോ വരി പാടുമ്പോഴും അമ്മയെ നോക്കും, ഇഷ്ടപ്പെട്ടോന്ന്. അതെ അതെ. അപ്പൊ അമ്മയുടെ മുഖത്ത് ചിരി വരികയാണെങ്കിൽ അയാൾ വിചാരിക്കും നന്നായി ഇഷ്ടപ്പെട്ടു. നന്നായി. എന്നിട്ട് അടുത്ത ലൈൻ നന്നാണ്. അമ്മയുടെ മുഖം ഒന്ന് സീരിയസ് ആയി കഴിഞ്ഞാൽ അയ്യോ ശരിയായില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെയും നന്നാക്കാൻ നോക്കും. അങ്ങനെ നന്നാക്കി ആ പാട്ട് പാടിയത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ആ പയ്യൻ ഞാനായിരുന്നു. എനിക്ക് തോന്നി. തോന്നിയ അതെ അതെ. അപ്പൊ കഥ ശരിയായില്ല. അതൊക്കെ ഫസ്റ്റ് ലൈന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. കുറേ ഇങ്ങനെ കഥ കേട്ട് ഞാൻ എക്സ്പീരിയൻസ് ഭയങ്കര ഉണ്ടല്ലോ. സസ്പെൻസ് വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. പക്ഷെ അത് സസ്പെൻസ് അല്ല, ഒന്നുമല്ല, സസ്പെൻഷൻ പോയ ഒരു വണ്ടി പോലെ ആയിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായി. പല എൻ്റെ പഴയ ഫ്രണ്ട്സും ഇപ്പോഴും ആ ഹൃദയം ദേവാലയത്തിനെ കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ട്. അന്ന് പാടിയ പല പാട്ടുകൾ, അന്ന് സിനിമാ പാട്ടുകളൊക്കെ കോമ്പറ്റീഷൻസിന് പാടാൻ പറ്റുമായിരുന്നു സ്കൂളിലൊക്കെ. അതുകൊണ്ടാണ് ദേവി നിൻ രൂപം ശിശിരമാസക്കുളിരാവിൽ, MGR-ന്റെ പാട്ട്. ഈ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അങ്ങനെ പല പാട്ടുകളും ഞാൻ പാടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓർമ്മകളുണ്ട്. അപ്പൊ സാരംകൂട്ടൻ പാടുമ്പോഴത്തേക്കും എനിക്ക് പഴയ എന്നെ തന്നെ സാരംകൂട്ടനിൽ കാണാൻ പറ്റുന്നതാണ്. അതെ. അപ്പൊ താങ്ക് യു ഫോർ ദ സോങ്. അതാണ് ആദ്യം പറയാനുള്ളത്. യെസ് സർ, താങ്ക് യു. പിന്നെ ചില എക്സ്പ്രഷൻസ്, ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ആ ഗായല് സസ്റ്റെയിൻ ചെയ്തില്ലേ 1 കിലോമീറ്റർ, അത് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. അത് ശരിക്കും ഫീൽ ചെയ്തു. അപ്പൊ നീ ഇന്ന് ശരിക്കും ഫീലുമായിട്ടാണ് ഇവിടെ. ഫീലു അത് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഫീൽ ഉണ്ടായിരുന്നു. പല സ്ഥലത്തും വിഗ്രഹമില്ലാതെ പുണ്യാഹമില്ലാതെ അഭിഷേകം കഴിക്കാറുണ്ട് ഇവിടെ. അതൊക്കെ ആ ബേസിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സാരമില്ല. ഇപ്പൊ ആ ശബ്ദം മാറ്റത്തിന്റെ ഏതോ ഒരു ബൗണ്ടറിയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. ഈ പാട്ടിനും ശ്രുതി താഴ്ത്താനും പറ്റത്തില്ല, കയ്യാക്കും പറ്റത്തില്ല. അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സംഭവിക്കും. എനിക്കും ഇതുപോലെ ഒരു വയസ്സിൽ 2 വർഷം ശബ്ദമേ ഇല്ലായിരുന്നു. ഉണിച്ചേട്ടനും അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും. അതൊരു ബയോളജിക്കൽ ചേഞ്ച് ആണ്, ഹോർമോണൽ ചേഞ്ച് ആണ്. അതിലൂടെ നമ്മൾ കടന്നേ പോയേ പറ്റൂ. പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞ ഒരു കാര്യം ഇൻസ്പയർ ചെയ്യണം. ടോപ്പ് സിംഗർ സീസൺ 6 വിന്നർ ആവണം. അങ്ങനെ ആയ എന്താണ് ഐഫോൺ. കേട്ടാ, സംശയമില്ലാത്ത കാര്യമാണേ. മറന്നുപോയില്ല. അവനല്ല, ആരും മറക്കാൻ പോകുന്നില്ല. സംശയം ഉണ്ടെങ്കിലും നമുക്ക് ഒരു സംശയം ഇപ്പോഴും ആലോചിക്കുക EMI-നെ പറ്റി. യെസ് സാരംകൂട്ട, എന്തോ നല്ലൊരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു. പ്ലസ് ബ്യൂട്ടിഫുൾ സെലക്ഷൻ. സാരംകൂട്ടിന് ചാലഞ്ചിങ് ആണ്. അതേസമയം സാരംകൂട്ടിന് എടുത്താൽ പാടാൻ പറ്റും, എക്സൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു പാട്ടും കൂടെയാണ് ഹൃദയം ദേവാലയം എന്ന് പറഞ്ഞ പാട്ട്. അത് ബ്യൂട്ടിഫുൾ ആയി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. അതിനിടയ്ക്ക് ഒരു ഇടത്തിൽ ഒരു ചെറിയൊരു ഇടർച്ച പോലെ വന്നു. അപ്പൊ തന്നെ മുഖത്ത് ആ ഭാവം വന്നോ എന്ന് പറഞ്ഞാൽ എന്തോ തെറ്റിപ്പോയെന്ന്. അങ്ങനെ വരാൻ പാടില്ല. അത് നമുക്ക് അങ്ങനെ തെറ്റാണ്, മനുഷ്യനല്ലേ തെറ്റും. പക്ഷെ അത് ഞാനൊരു തെറ്റ് ചെയ്തേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കാൻ പാടില്ല. അതാ ബേസ് രജിസ്റ്ററിൽ പാടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു ഗ്ലുമും കൂടെ വന്നപ്പോഴത്തേക്കും ഒരു
മുഖത്തൊരു വ്യത്യാസം വന്നു. അതാണ് കാണിച്ചു പോയ സംഭവിച്ചത്. ബാല്യം. അതെ. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, അനുപല്ലവി പോലെ ചരണത്തിലും ഗ്ലുമ്പ് വരുമായിരുന്നു ആ ബേസിൽ പാടുമ്പോഴത്തേക്ക്. പക്ഷെ അങ്ങനെ വന്നില്ല. അത് ഞാൻ ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചു. ആ, അതെ. മിടുകൻ. അപ്പൊ ആ ചെറിയ സ്ലിപ്പൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ആ, അതെ, പിന്നെ സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ട് ഇവിടെ, അവിടെ ഒരു സ്ക്രാച്ച് വന്നു. ആ ഇത് മൊത്തത്തില് സാരംകൂട്ട് നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള പെർഫോമൻസ് Yes. ആയിരുന്നു. ഓ. പക്ഷെ എന്താ പറയാ, ശബ്ദം മാറുന്ന ആ ഫേസ് ആയതുകൊണ്ട് ഓ. അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അതെ. പറഞ്ഞ പോലെ ബയോളജിക്കൽ ചേഞ്ചസ് ആണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഉം. പക്ഷെ അത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അത് ആ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ശബ്ദമായിട്ട് മാറും ചെയ്യും സാരംകൂട്ടിന് കേട്ടോ. അപ്പൊ ഇതൊന്നും കാര്യമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ ഓക്കെ, ഓക്കെ. മിടുക്കനായിട്ട് പാടി. ഓ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാർക്കറിയാം സാർ. ആ അറിയാം. സാരംകുട്ടോ, എന്തോ സാരംകുട്ടിന്റെ ഇന്നത്തെ ഈ പെർഫോമൻസിന് ഓ. 98.5. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, ആ സന്തോഷായോ? ഓ സന്തോഷം. സാരംകുട്ട ഓ പോയിരുന്നു നല്ലോണം പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ, ഗുഡ് നൈറ്റ്. ആ MJ അങ്കിൾ, Yeah. ഇനി നമ്മുടെ സ്റ്റേജിൽ പാടാനെത്തുന്നത് ദിയക്കുട്ടിയാണ്. വിളിച്ചാലോ? ഓ ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. വേഗം വായോ ദിയക്കുട്ടി. എന്തോ ഹാപ്പി അല്ലേ? ഓ കൺഗ്രാറ്റ്സ്. താങ്ക് യു. കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ്. അതെ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ചേച്ചി. നമ്മൾ പുതിയ സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാം പുതിയതായിരിക്കും. ഇന്ന് തൊട്ട് നമ്മുടെ ടോപ്പ് സിംഗറിൽ നമ്മൾ കാണാൻ പോകുന്നത് എല്ലാം പുതിയ പുതിയ കാഴ്ചകളാണ്, പുതുപുത്തൻ കാഴ്ചകൾ. പുതുപുത്തൻ. അപ്പൊ അതിന് മുന്നേ ദിയക്കുട്ടി പാട്ട് പാടുന്നതിന് മുന്നേ നമുക്ക് ഒരാളെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാനുണ്ട്. Okay. കുറച്ച് കാര്യങ്ങളൊക്കെ ദിയക്കുട്ടിയെ പറ്റി പറയാനുണ്ട് അല്ലേ MJ അങ്കിൾ? Yeah. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം MJ അങ്കിൾ ഓൺ സ്റ്റേജ്. വെരി പ്രൗഡ് കേട്ടോ. താങ്ക് യു ആ സാർ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ദിയകുട്ടി ഒരു എക്സ്ട്രോണറി ടാലന്റ് ആണ്. ഇപ്പോഴും ആ പാട്ട് എന്റെ മനസ്സിൽ നിൽക്കുന്നു. ഏത് പാട്ട്? ഓ ദിൽറുബ യാ അല്ലേ? Benchmark. Benchmark song ആണ്. അല്ലേ? അതെ അതെ അതെ. അപ്പൊ എത്ര പെർഫോമൻസസ് ആണ് നമ്മുടെ ദിയക്കുട്ടി നടത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമാണ് 35 പെർഫോമൻസ്. ആഹാ, 35 സോങ്സ്. യാ അതില് എത്ര മധുരമഴ എന്ന് ചോദിച്ചാൽ 1300s ആണ്. ആഹാ, 13 സെഞ്ചുറി അടിച്ച ആളാണ് ഇവിടെ നിൽക്കുന്നത്. 3 പാട്ട് പാടി അതിൽ ഒന്ന് ഫോർ ഷുവർ ഷുവർ മധുരമഴ Sure shot. പെയ്ച്ചിരിക്കും. ഷുവർ ഷോട്ടാണ്. ഓ. ആ പിന്നെ സ്റ്റാർസിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഉം. ഇതുപോലെ സ്റ്റാർസ് വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് കേട്ടോ. ഉം. അതായത് ഒരു 2 സ്റ്റാർ, ഒരു 2 സ്റ്റാർ, ഒരു 3 സ്റ്റാർ, ഒരു 3 സ്റ്റാർ, 3 5 സ്റ്റാർ. ഓ ഓ ആഹാ, എക്സ്ട്രാഡിനറി. അങ്ങനെയുള്ള ഒരു വലിയൊരു സംഭവമാണ് ഇവിടെ നമ്മുടെ മുന്നിൽ നിൽക്കണേ. ഒന്ന് നമസ്കാരം. തൊഴണോ? നമസ്കാരം. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. സന്തോഷം. മാഡം ഇന്ന് ജഡ്ജസ് ചോയ്സ് ആണേ. നമ്മൾ 4 പാവങ്ങൾ അവിടെ ഇരിപ്പുണ്ടേ. നമ്മൾ ശരിക്കും ജഡ്ജസ് അല്ല, നമ്മൾ കൂട്ടുകാർ. ചങ്ക്സ് ആണ്. ചങ്ക്സ് ചങ്ക്സ്. Yes. ഓക്കെ. ചങ്ക്സ് സെലക്ഷൻ ആണ് കേട്ടോ. അപ്പൊ അത് ഏതാണെന്ന് നമുക്ക് നോക്കണ്ടേ? നോക്കാം. നോക്കാമോ? നോക്കാം. റെഡിയാണോ? ഓ റെഡി. Your time starts now. ജഡ്ജസ് ചോയ്സ് ആണ്. അപ്പൊ ഇതിൽ ആരെ വേണം എന്ന് ദിയക്കുട്ടിക്ക് സെലക്ട് ചെയ്യാം. എന്തുകൊണ്ട് ആ ജഡ്ജിനെ സെലക്ട് ചെയ്യുന്നു കൂടെ പറയണം കേട്ടോ. ആരെ വേണം? ആര് ചേച്ചി? ആര്യ ചേച്ചി. ഓക്കെ. ഓ. അല്ല എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഈ 4 പേരില്ലേ, അതിൽ ആ ഉണ്ടക്കണ്ണി തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? വലിയ കണ്ണായതുകൊണ്ട്. വലിയ കണ്ണൊക്കെ ഉണ്ടെന്ന്. പാട്ട് മുഴുവൻ ആ കണ്ണിലാണോ സംശയം? അതെ, കാരണം പറയണം എന്തുകൊണ്ട് ആര്യ ചേച്ചി സെലക്ട് ചെയ്തതെന്ന്. അല്ല അങ്ങനെയൊന്നുമില്ല. ഞാന് അയ്യോ അങ്ങനെ വേണം, അതാ നമ്മുടെ റൗണ്ട്. അല്ല എനിക്കൊരു നല്ല സംശയമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ആര്യ നമ്മുടെ ദിയക്കുട്ടിക്ക് ഒരു നല്ല പണി കൊടുക്കാനാണ് ഈ റൗണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട്. കുണിച്ചേട്ടാ സംശയമുണ്ടോ? ഒരു സംശയമില്ല. അപ്പൊ വിസ്താര റെഡി ആയിക്കോ. നമുക്ക് ആര്യ ചേച്ചിയുടെ റൗണ്ട് എന്താന്ന് കാണാം. ഓക്കെ, ദിയക്കുട്ടി റെഡിയാണോ? റെഡി. ഓക്കെ, ഓപ്പൺ. ഹായ്, ആര്യ ചേച്ചി ഡാൻസ് ചെയ്യുന്നു. ചേച്ചിയുടെ ശബ്ദം അനുകരിക്കുക. ഹായ്, നല്ല രസമുണ്ട്. ആ അനുകരിക്കേ. അയ്യേ. അനുകരിക്കടാ, അതാണ് ജഡ്ജസ് ചോയ്സ്. വേറെ വഴിയില്ല. ഐ ആം സോറി. അങ്ങനെ കുറച്ച് സമയം, ഇത് പേടിപ്പിക്കുന്ന കുറച്ച് സമയം. ശരിക്ക് മ്യാവ് മ്യാവ്. ഒന്ന് ഉള്ളിന്ന് വരട്ടെ, ഉള്ളിന്ന് വരട്ടെ. ആത്മാർത്ഥമായിട്ടൊരു മ്യാവുക്ക്. അപ്പൊ വരും. കമോൺ. ആ ആ അത് കൊള്ളാം. ബെറ്റർ ആയിട്ടുണ്ട്. ബെറ്റർ Better. ബെറ്റർ ബെറ്റർ. ഇനി ബെസ്റ്റ് വരാനുണ്ട്. കമോൺ.
അടുത്തത് കണ്ടംപൂച്ച. ഇപ്പൊ കേട്ടത് ചക്കിപ്പൂച്ച. എത്ര ടഫ് പാട്ട് കൊടുത്തു നോക്ക്, ദിയ പേടിക്കില്ല. പക്ഷേ പൂച്ചയുടെ ശബ്ദം കേട്ടാൽ. അപ്പൊ നമുക്കിനി ശരിക്കുള്ള റൗണ്ട് കാണാം. Yes, ഓക്കെ, yes. ആര്യ ചേച്ചി നേരത്തെ ഓൾറെഡി പണി തന്നു. അപ്പൊ ഇനി ആരെ ചൂസ് ചെയ്യണം? MJ uncle. MJ uncle. Magical melodies. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു കുഴപ്പമില്ല അല്ലേ? യെസ്. അപ്പൊ എന്റെ ചോയ്സ് എന്ന് പറയുന്നത് മാജിക്കൽ മെലഡീസ് ആണ്. അപ്പൊ അതിൽ ഏത് പാട്ടാണ്? യമുന വെറുതെ പാടുന്നു. ആഹാ, Beautiful. വാട്ട് എ സെലക്ഷൻ അല്ലേ. ഐ തിങ്ക് യു ആർ ഗോയിങ് ടു സ്ട്രൈക്ക് ഗോൾഡ് വിത്ത് ദിസ്. Yes. ഒരു സംശയമില്ല, എനിക്കും അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ. ഒരു ഇൻറ്റ്യൂഷൻ. അതെ. അപ്പൊ ഗംഭീരാവട്ടെ. ഓക്കെ, Okay. ഞാൻ കൂടെ പോട്ടെ. Okay. അപ്പൊ ദിയക്കുട്ടി ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായി പാടണം. Okay. ദിയക്കുട്ടി പാടുന്ന സമയത്ത് ദിയക്കുട്ടി ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രേക്ഷകര് താഴെ ഒരു QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് ദിയക്കുട്ടിയുടെ പാട്ടിന് വോട്ട് ചെയ്യാം കേട്ടോ. ഹരിമാധവൻ ഹൃദയഗാ
വാവ്. മിനുടി, എന്തോ ഇപ്പൊ കിട്ടിയ വാർത്ത. നമ്മുടെ എഡിറ്റർ രഞ്ജിത്തില്ലേ, രഞ്ജിത്തിന് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, രോമം എഴുന്നേറ്റ് നിന്നില്ല. What a rendition, എന്റെ മകളെ. ഈ പാട്ടിന്റെ ഉള്ളിലെ ഉറഞ്ഞടക്കുന്ന ഒരു മൗനമുണ്ട്. ആ മൗനത്തെ തൊട്ടാലുണ്ടല്ലോ നമ്മുടെ കണ്ണ് നിറയും. അതാണ് ഈ പാട്ടിന്റെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് എന്ന് പറയുന്നത്. അത് ഇന്ന് നമ്മുടെ ദിയക്കുട്ടിക്ക് സാധിച്ചിട്ടുണ്ട് 100%. പഴയ ശ്വേതയെ ഇന്നത്തെ ദിയയിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അന്ന് കോലക്കുഴലും ഒക്കെ പാടുന്ന സമയത്ത് ശ്വേത എത്രത്തോളം ഒരു ടാലന്റ് ആയിരുന്നോ, ഇപ്പോ ഷീസ് ഇൻ എ ഡിഫറെന്റ് ലെവൽ. പക്ഷെ അന്നത്തെ ആ ശ്വേതയെ എനിക്ക് ഇന്നത്തെ ദിയയിൽ കാണാൻ പറ്റുന്നെന്ന് ഞാൻ പറഞ്ഞു. യമുന വെറുതെ അവസാനത്തെ പല്ലവിയിൽ ഒരു സംഗതി പാടിയില്ലേ, എനിക്ക് അപ്പ തോന്നി ഇവിടെ നിന്ന് എണീക്കണം, ചാടി എണീക്കാൻ തോന്നി. ഞാൻ കണ്ടു അത്. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്നു, എന്നിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിരുത്തി. അവിടെ കൺട്രോൾ അങ്ങനെയല്ല, അവിടെ ഇരിക്കണം മര്യാദയ്ക്ക്. എന്നോട് പറഞ്ഞു എന്നെ അവിടെ പിടിച്ചിരുത്തി. പാട്ടിന്റെ സെലക്ഷന് ഒരു $1 million ഒരു സെലക്ഷനാണ്. അതിന് സെൻസിറ്റിവിറ്റി കൊണ്ടുവന്നു, അതിൽ സൈലൻസ് കൊണ്ടുവന്നു, എല്ലാം കൃത്യമായിരുന്നു. കുട്ടി, ഇതൊരു എക്സ്ട്രാ ഓർഡിനറി റെൻഡിഷൻ. കാരണം എല്ലാ സോങ്സിനും നമുക്ക് ഭയങ്കര അപ്രീസിയേഷൻ പറയാൻ പറ്റില്ല. പക്ഷെ ചില പാട്ടുകൾക്ക് ടോപ്പ് ബാൻഡ് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി എല്ലാവരും. അപ്പൊ അതിൽ എന്തോ ഒരു എക്സ് ഫാക്ടർ ഉണ്ടെന്ന് ഉറപ്പം. അപ്പൊ ഈ പാട്ട് എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് ദിയക്കുട്ടി വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും എന്ന്. അത് വിചാരിച്ചാലും അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ശരിക്കും പല ഗൂസ് ബംസ് മൂമെന്റ്സ് ഉണ്ടായിരുന്നു. അസാധ്യമായിട്ട് പാടി. ഈ മോള് ശ്രദ്ധിക്കേണ്ടത് ബോഡി ലാംഗ്വേജ് ആണ്. ആ സ്ട്രെയിൻ ചെയ്യുന്ന പോർഷനൊക്കെ, ഇത് ഭയങ്കര ചാലഞ്ചിങ് സോങ് ആണ്. സ്ട്രെയിൻ ഉണ്ടാവും, പക്ഷെ എന്നാലും ആ സ്ട്രെയിൻ ഇല്ലാത്ത മാതിരി അറ്റ്ലീസ്റ്റ് ആക്ട് ചെയ്തിട്ടെങ്കിലും അത് ആർട്ടിസ്റ്റ് പഠിക്കേണ്ട ഒരു കാര്യമാണ്. സോ യു ഹാവ് ടു പ്രസന്റ് ഇറ്റ് ഇൻ എ പ്ലസന്റ് വേ. അതുകൂടി പഠിക്കണം. ചെറിയ മോളല്ലേ, ധാരാളം സമയമുണ്ട് പഠിക്കാൻ. ബെസ്റ്റ് ഓഫ് ലക്ക് യു. മാത്രമല്ല എന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ഒരു ദിവസം തരും. ഈ ഒരു റെൻഡേഷന് ഗിഫ്റ്റും തരാണ്ടിരിക്കാൻ പറ്റില്ല. കോൾ അടിച്ചല്ലോ ദിയക്കുട്ടി, ഗിഫ്റ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ. എവിടുന്ന് വരുന്നു? ആരാ ഇത്? ബ്യൂട്ടിഫുൾ. ഒന്നും പറയാനില്ല. ഔട്ട് ഓഫ് ദ വേൾഡ്. അതിന്റെ അപ്പുറം ഒന്നും പറയാൻ തോന്നുന്നില്ല ദിയക്കുട്ട. അമേസിങ്. അത് ഓരോ ഭാഗം എടുത്ത് നോക്കിയാലും അത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി മനസ്സിലൊരുകും വെണ്ണ തന്നു, മയിൽക്കിടാവിൻ പീലി തന്നു, നന്ദലാല. സോ ഗുഡ്. മനസ്സിലൊരുകും വെണ്ണ തന്നു, മയിൽക്കിടാവിൻ പീലി തന്നു, നന്ദലാല. ഇനി എന്തു നൽകാൻ, എന്തു ചൊല്ലാനൊന്നു കാണാൻ അരികെ വരുമോ നന്ദലാല. യമുന വെറുതെ പാടുന്നു. You have done it, ദിയക്കുട്ട. Excellent performance. കേട്ടോ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലത്തെ തന്നെ one of the best performance. Thank you ചേച്ചി. മിടുക്കി. Thank you. ദിയക്കുട്ടി ഇപ്പൊ 8th സ്റ്റാൻഡേർഡ് അല്ലേ? 7th. എനിക്ക് എന്റെ പൊന്ന് ഔസപ്പച്ചൻ ചേട്ടനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ദിയക്കുട്ടിയുടെ ഈ പെർഫോമൻസ് ഒന്ന് കേൾക്കണം പ്ലീസ്. ഞാൻ വിളിക്കുന്നുണ്ട്, ഫോണിൽ നേരിട്ട് വിളിക്കുന്നുണ്ട്. അതിനുമുമ്പേ ഇവിടെ പറഞ്ഞെന്നേ മാത്രമേ ഉള്ളൂ. സുഷേ, എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ സർ, നോ വേർഡ്സ്. ഒരു രക്ഷയില്ല. ഞാനിവിടുന്ന് പ്ലേ ചെയ്യുന്നു. ഞങ്ങൾ മൊത്തം ലൈവാണിത്, പ്രോഗ്രാമുകളൊന്നുമല്ല. അപ്പം പക്ഷെ വായിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങോട്ട് ശ്രദ്ധയൊക്കെ പോകുന്നത് പാടുന്നതിൻ്റെ. താങ്ക് യു ഫോർ ഫ്രാൻസി. എന്തോ ഒരു സെൻസിറ്റീവ് ആയിട്ടാണ് ആ ഒരു മെലഡി വായിച്ചിരിക്കുന്നത് അല്ലേ? ആ ഇൻട്രോയിലുള്ളതും ഇടയ്ക്കുള്ളതും ജസ്റ്റ് ഒരു ഫെദർ ടച്ചാണ് അല്ലേ? അപ്പൊ എങ്ങനെയാണ് അത്? ദിയക്കുട്ടി അങ്ങോട്ട് ഇൻസ്പയർ ചെയ്തോ, അല്ലെങ്കിൽ ദിയക്കുട്ടിയെ ഫ്രാൻസി ഇൻസ്പയർ ചെയ്തോ? എങ്ങനെയാണ് അതിന്റെ കാര്യം? അല്ല, മോള് തന്നെ ഞങ്ങൾ ഇൻസ്പയർ ചെയ്തല്ലോ. ഇന്നലെ റിഹേഴ്സലിന് വന്നപ്പോഴും അതിഗംഭീരമായിട്ട് മോള് പാടിയത്. പിന്നെ ഔസപ്പച്ചൻ സാറാണല്ലോ ഒറിജിനലി വായിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഗംഭീരമാണ്. അപ്പൊ അത് കേട്ടിട്ട് മാക്സിമം വായിക്കാൻ ശ്രമിച്ച അത്രേ ഉള്ളൂ. അല്ല, അത് ആ ഫെദർ ടച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
ഞാൻ പറഞ്ഞല്ലോ 35 പാട്ട്, എത്ര മഴ? 13. ഇത് 14ാമത്തെയാണ് വരാൻ പോണേ. Yes. പിന്നെ എത്ര 2 സ്റ്റാർ? ഒരു 2 സ്റ്റാർ, ഒരു 3 സ്റ്റാർ, 3 5 സ്റ്റാർ 3 5 സ്റ്റാർ. ഇത് 4ാമത്തെ 5 സ്റ്റാർ ആണോ? എന്ന് നമുക്ക് നോക്കാം. ദിയക്കുട്ടി going to be awarded 100 on 100 plus 5 stars. പോരട്ടങ്ങനെ ഒരു മധുര 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 മധുമഴ. യെസ്, അപ്പൊ ഇനി ഒരു ഡൗട്ടും ഇല്ല, നമ്മുടെ ദിയക്കുട്ടിയാണ് ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് Performer of the day. താങ്ക് യു. MJ uncle, Yeah. welcome. ഇത് കൊടുക്കുന്നതിന് ഒരു കാര്യം പറയാനുണ്ട്. ആ. ഹൃദയത്തിൻ രോമാഞ്ചം സ്വരരാഗംഗയായി, അങ്ങനെയാണ് മോള് പാടിപ്പോ. ഹൃദയത്തിന്റെ രോമാഞ്ചം സ്വരരാഗ ഗംഗയായി. അതാണ്. അപ്പോ അതിന് വെളിച്ചെണ്ണയാണ് ഒരു ഗിഫ്റ്റ് അല്ലേ? 2 ഗിഫ്റ്റ് ഉണ്ട് നമുക്ക്. ഒന്ന് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. ഇനി അടുത്തത് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ് ആണ്. കൈ നിറച്ച സമ്മാനം. ഇനി ഒരു സമ്മാനം ഉണ്ണിസാറിന്റെ അടുത്ത് വരാൻ പോകുന്നതേ ഉള്ളൂ. ഓൺ ദ വേ സമ്മാനം. ഗിഫ്റ്റ് വഴിയേ വരും. അതെ. അപ്പൊ താങ്ക് യു MJ uncle, താങ്ക് യു ദിയക്കുട്ടി, ബൈ.